രോഗസൗഖ്യം ഹീലിംഗ് പാർട്ട് 2. കഴിഞ്ഞ ദിവസം രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആകെ രണ്ട് വാക്യങ്ങൾ എടുക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ടാണ് ബാക്കിയും കൂടി ഇന്ന് എടുക്കുന്നത്. പരിശുദ്ധാത്മാവ് അനേക മക്കൾക്ക് രോഗസൗഖ്യത്തിൻ്റെ കൂടെ അയക്കുന്നുണ്ട്. തീർത്തും ഞാനീ പറയുന്ന വാക്യം ആത്മാവിൽ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഈ വാക്യം പറഞ്ഞ് നമ്മുടേതാക്കണം. അവിടെയാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ പലരോട് വചനം പറയാണ്, എത്ര നാളായിട്ട് വചനം പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നടക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിൽ അന്നേരം തന്നെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർ ആൻറ്റി പറഞ്ഞുകൊണ്ട് നടക്കണമെന്നുണ്ടോ, കാരണം അവരുടെ വിഷമം കൂടുതലായി നിൽക്കും, അവിടെ താമസിക്കും, പിന്നെ നടക്കും. എന്നാൽ ഞാനൊരു വാക്യം പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറഞ്ഞതായിട്ട് ഏറ്റെടുത്തോ, അതവർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ ആരും സ്വീകരിക്കേണ്ട. ഇത് എൻ്റെ വാക്യങ്ങളും അല്ല, ഇത് ദൈവം നമുക്ക് ആത്മാവിൽ വെളിപ്പെടുത്തി തന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്ന എന്നോട് പറയുന്നത് ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങളത് പ്രാപിച്ചെടുക്കണം. വചനം കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്യം 1 പത്രോസ് 2:24, യെശയ്യാ 53:4-5. ഇന്നത്തേത് 107-ാം സങ്കീർത്തനത്തിന് കുറച്ച് വാക്യങ്ങൾ വായിച്ചങ്ങോട്ട് പോകാം, കാരണം ആത്മാവ് പ്രവർത്തിക്കട്ടെ. 107:20, അവൻ തൻ്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി. എന്തായച്ചെന്നാ? വചനത്തെ. വചനം ജീവനും ആത്മാവാണ്. ദൈവം നമ്മളെ യോഹന്നാൻ്റെ 6 പഠിപ്പിച്ചു, 6:63. അവൻ തൻ്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. നീ കുഴി കിടക്കുന്ന എന്തിനാ? എഴുന്നേറ്റ് വാ മോളെ. നീ എന്തിനാ നിരാശപ്പെട്ട് കിടക്കുന്നത്? ചാകാനൊന്നും പോകുന്നില്ലെന്നേ. 4th സ്റ്റേജോ 5th സ്റ്റേജോ ഇതൊന്നും നിനക്ക് പ്രശ്നമല്ല. നീ അത് ഓർത്ത് വേദനിക്കാതെ ഞാൻ കുഴിയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ മാറ്റി വിളിക്കുകയാണ്. അപ്പം സങ്കീർത്തനം 1-2 കൊരിന്ത്യർ 5:21. ഇത് ഈ കർത്താവ് പരിശുദ്ധാത്മാവിൽ പറയുന്നത് 2 കൊരിന്ത്യർ 5:21 കർത്താവ്, ഐ ആം ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നീതിയാണ് ഞാൻ ആരെന്നുള്ള പദവി എനിക്ക്. അതുകൊണ്ടാണല്ലോ അയ്യോ എൻ്റെ പാപം കൊണ്ടാണ് ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പിശാച് കൈകൊട്ടുകയാണ്. ഇതെൻ്റെ അല്ല, ആരുടെ അല്ല, പാപവും ശാപവും ആദ്യ ആദം തൊട്ടുള്ളതാണ്. ഇതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലോട്ട് നോക്കുകയാണ്. ഞാനിത് എട്ടുക്കുമെന്ന് പറയുകയാണ്. 2 കൊരിന്ത്യർ 5:21, ഐ ആം ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. ഇതൊരു ദിവസം പള്ളിയിൽ ചെന്നിട്ട് ഒരു പള്ളി സർവീസ് നടക്കുന്ന മുഴുവൻ സമയം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ആം ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്, ഐ ആം ദ. അപ്പോൾ ഞാൻ കർത്താവ് നീ എന്നോട് അത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലാകുന്നതെന്ന്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. കർത്താവ് പറയുന്നത് 2:20, പാപം അറിയാത്തവനെ, യേശുവാണേ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ക്രിസ്തു പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പിതാവ് പാപമാക്കി. മനസ്സിലാക്കുക, എനിക്ക് വേണ്ടി പുത്രൻ പാപമാക്കി നിൽക്കുമ്പം ഞാൻ പാപിയല്ലാത്ത സ്റ്റേജിലായത് അവൻ പാപമായതുകൊണ്ടാണ്. എൻ്റെ പാപം മുഴുവനും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, എൻ്റെ രോഗം മുഴുവനും എൻ്റെ സംശയങ്ങൾ അവിശ്വാസം എല്ലാം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം ഞാൻ യേശുവിൻ്റെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. യേശുവിൻ്റെ വിശ്വാസം പകരം എനിക്ക് തരികയാണ്. ആ ഒരു എക്സ്ചേഞ്ച് നടക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഐ ആം ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. അതായത് റോഡിൽ കിടക്കുന്ന ഒരു കൊച്ചിനെ വീട്ടിൽ കൊണ്ട് വളർത്തിയിട്ട് നീ എൻ്റെ മകനാന്ന് 10 പ്രാവശ്യം പറഞ്ഞാലും അവനും തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ഒരു സമയമാകുമ്പോൾ അവൻ പറയും, കറക്റ്റ്, ഞാൻ ഈ വീട്ടിലെയാണ്, എൻ്റേതാണ്. അതാണ് യേശു നമ്മളോട് എത്ര പറഞ്ഞാൽ ഈ പിശാചിൻ്റെ വാക്കുകൾ നുണയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവവചനം വ്യക്തമായിട്ട് സംസാരിക്കുന്നത് പല പ്രാവശ്യം കേൾക്കുമ്പം അതിൽ കൂടെ ജീവനാണ് പകരുന്നത്. 147-ാം സങ്കീർത്തനത്തിന് 3-ാം വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. കർത്താവ് മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. അപ്പം മനം തകർന്നിരിക്കുന്നവർക്ക് സൗഖ്യം തരുന്നു, മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അത് ദൈവത്തിനേ സാധിക്കത്തുള്ളൂ. അത് കർത്താവിൻ്റെ വചനമാണ്. പിന്നെ യാക്കോബിൻ്റെ 5:14, 14-15 ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും
ഒന്ന് കോടീകരിച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ. കാരണം വചനം ക്രിയ ചെയ്യണം. വചനം ക്രിയ ചെയ്യണമെങ്കിൽ വചനം കേൾക്കണം, വചനം പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കണം. യാക്കോബിൻ്റെ 5:14-15 വരെയുള്ളത്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കണ്ടോ, യെറ്റ് ഗോഡ് ഈസ് ടെല്ലിങ്, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അധികാരമുണ്ട്. മൂപ്പന്മാരായെന്നുള്ളത് ദൈവം നിയോഗിക്കട്ടെ. പ്രായമുള്ളവർ മൂപ്പന്മാരാണ്. ദൈവത്തോട് എത്രയോ അടുപ്പമുള്ളവർ ദൈവം നിയോഗിച്ചാക്കിക്കൊള്ളും. പക്ഷേ ചർച്ചുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ കഴിവുള്ള പ്രയർ വോറിയേഴ്സിനെ അല്ലെങ്കിൽ പ്രയർ സ്പിരിച്വൽ ഫാദേഴ്സ് ആൻഡ് സ്പിരിച്വൽ മദേഴ്സ് ഉണ്ടെന്ന് ചർച്ചുകൾ അക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് പേടിയാണ്, എന്തിനും പേടിയാണ്. ഒരു ചുമതല, ദൈവീക ആത്മാവിൻ്റെ ചുമതലയുള്ളവർക്ക് അവർക്ക് പ്രാർത്ഥിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറയാമെങ്കിൽ എന്ത് എളുപ്പമാണ് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ. അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാന്നുള്ള കണ്ണുകളോട് നോക്കുമ്പം പിന്നെ ഇത് രഹസ്യമായിട്ട് ചെയ്യണം. രഹസ്യമായിട്ട് ചെയ്യുമ്പോഴും ദൈവം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപകൾ, നന്മകൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഐ ക്യാൻ സി. ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ദർശനപരമുള്ളവരുണ്ട്, രോഗശാന്തി പരമുള്ളവരുണ്ട്, പിന്നെ വചനങ്ങൾ തൊടുക്കുന്നതിന് മുമ്പേ എടുത്തു കാണിക്കുന്നുണ്ട്, ദൈവശബ്ദം വ്യക്തമായിട്ട് കേൾക്കുന്നവരുണ്ട്, ദൈവത്തിന് വേണ്ടി പാട്ട് പാടുന്നവരുണ്ട്, പാട്ട് എഴുതുന്നവരുണ്ട്. എല്ലാവരും നമ്മൾ എൻകറേജ് ചെയ്യും. ഒരാൾ മറ്റേ ആളെക്കാട്ടി മോശമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ താലന്താണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പില്ല. വചനം പറയുന്ന കുറേ പേരുണ്ട്, ബാക്കിയുള്ളവർക്ക് വേറെ വരമുണ്ട്. കേൾക്കാൻ കൃപയുള്ള ഒരു വരമാണ്. അപ്പോൾ ഈ വരങ്ങളൊക്കെ ഉള്ളവരാണ് ഒരു ഇപ്പോൾ 40 അല്ലെങ്കിൽ 25 പേർ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ 23 പേരുടെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉടനടി ഉത്തരമായി. അറിയാമോ? കാരണം ആർക്കും വലിപ്പച്ചെറുപ്പം തോന്നുന്നില്ല. അതായത് ദൈവത്തിൻ്റെ ജോലി ഒന്നിച്ച് നിന്ന് ഏക മനസ്സോടെ നമ്മൾ ഒരുമിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് സ്വർഗത്തിലും നടക്കുന്നത്. അത് നമ്മൾ വലിപ്പച്ചെറുപ്പം പറഞ്ഞ് മുകളിലിരിക്കുന്നവർ താഴെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഒരു പുരുഷൻ വേറൊരു പുരുഷനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. വാട്ട്സ് അബ്സല്യൂട്ട്ലി റോങ് അല്ലേ? ഇതാണ് പിശാചിൻ്റെ തന്ത്രം. ഭാര്യയും ഭർത്താക്കന്മാരോട് ഒന്നിച്ച് നിന്നാൽ ലോകത്തിൻ്റെ മുൻപിൽ അവരെ ആർക്കും ഉപദ്രവിക്കാനൊക്കത്തില്ല. പക്ഷേ എവിടെയാ യൂണിറ്റി? ഭാര്യ പറയുന്നത് അങ്ങോട്ട്, ഭർത്താവ് പറയുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞു. ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ദർശനത്തിൽ കാണുന്നത് രണ്ടും അടുത്താണ്, പക്ഷെ ഇങ്ങനെ തിരിഞ്ഞാണ് ഇരിക്കുന്നത് രണ്ടും. ഒരാൾ പറയുന്നത് മറ്റേ ആൾ കേൾക്കൂല. ഞാനിപ്പോൾ നിങ്ങളെ കേട്ടിട്ടിപ്പോൾ എന്നാ കാര്യം? ദ ആറ്റിറ്റ്യൂഡ്, അതാണ് ദൈവം നോക്കുന്നത്. അല്പം ഒന്ന് വിനയപ്പെട്ട് ദൈവം പറയുന്ന മഹത്വം. എനിക്ക് എത്ര പേരായിരുന്നു ഓരോ വ്യക്തി ഞാനീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് വലുതായിട്ട് കാണിക്കുന്ന ആളുകളെ അല്ല എൻ്റെ മുമ്പിൽ കാണിക്കുന്നത്. വളരെ ശാന്തമായിട്ട് സോഫ്റ്റായിട്ട് നിൽക്കുന്ന കുറേ വ്യക്തികളുടെ പേരും പടവും എന്നെ കാണിച്ചു, അവരുടെ മുഖം എനിക്ക് കാണിച്ചു. അവരിലാണ് ആത്മാവ് കൂടുതൽ, മറ്റവരിലില്ലെന്നല്ല, പക്ഷെ ഇവരിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിലുള്ള വിനയം. കണക്കെഴുതുമ്പോഴും പിന്നെ മാർക്കിടുമ്പോഴും ഒരുപക്ഷെ അവരാണോ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കേണ്ടിരിക്കും. എന്തുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട മാനം നമ്മൾ കൊടുക്കുന്നില്ല? കൊടുക്കാതിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ഉറപ്പില്ല. അയ്യോ നമ്മുടെ സ്ഥാനം വല്ലോ, നമ്മുടെ സ്ഥാനം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇത് ദൈവത്തിൻ്റെ സ്ഥാനമല്ലേ. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ടല്ലോ, നീയോ വലുതാകണം ഞാനോ ചെറുതാകണം. ഇതൊക്കെ നീ പുറകോട്ട് പോകുന്നു. അപ്പം പിന്നെ പറയുന്നുണ്ട് ഈ യാക്കോബിൻ്റെ 5:15 തൊട്ട്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ദൈവം ക്ഷമിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുത്തിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇതിനാണ് ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവ് നമ്മുടെ സമസ്വഭാവക്കാരൻ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പം എന്തിനത് തുലനം ചെയ്യുന്നത്? ഏലിയാവ് പ്രാർത്ഥിച്ച കാര്യങ്ങൾ പോലെ നമ്മളും പ്രാർത്ഥന നടക്കുമെന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. എന്താന്നേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കേട്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇത് ആത്മതീഷ്ണതയുള്ളവരുടെ ചെവിയിൽ ചെന്ന് കൊള്ളട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അല്ലാതെ ഇതൊന്നും നമുക്കൊന്നും ചെയ്യും. നമ്മൾ പറയുക കർത്താവിൻ്റെ ആത്മാവിൽ ചെന്ന് കൊള്ളേണ്ട ഭവനങ്ങൾ, കൊള്ളേണ്ട ഹൃദയങ്ങളിൽ മാത്രമേ ചെല്ലാവൂ. വേറെ അടുത്ത് പോയിട്ട് കാര്യമില്ല. കർത്താവ് ഈ ജെറമയ 17:14 ഇങ്ങനെയാണ് വായിക്കുന്നത്. 17:14 ഇങ്ങനെ വായിക്കുന്നു,
എന്നെ സൗഖ്യമാക്കണമേ, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷിക്കപ്പെടും. അത് നീ എൻ്റെ പുകഴ്ചയല്ല. ഇതാണ് എത്ര വിനയപ്പെട്ട്, ഇതാണ് നമുക്കും ആവശ്യം. ഒന്ന് വിനയപ്പെട്ട്, ഇപ്പോൾ എൻ്റെ രോഗം മിലാൻറ്റി പ്രാർത്ഥിച്ചാൽ നീങ്ങത്തില്ല, അല്ലെ ഇന്ന ആൾ പ്രാർത്ഥിച്ചാൽ നീങ്ങത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കണം, യു ആർ നോട്ട് സെൻറ്ററിങ് ഓൺ ഗോഡ്. ഹു ആം ഐ? ഞാനല്ല. ദൈവവചനത്തിനൊരു ശക്തിയുണ്ട്. അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല, ആത്മാവിൽ പറയുന്ന ആര് പറഞ്ഞാലും അത് നടക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. നമ്മളത് ഏറ്റെടുക്കണം, പ്രാപിച്ചെടുക്കണം. കർത്താവ് 1 യോഹന്നാൻ 1:2 പറയുന്നുണ്ട്, ആദിയിൽ ദൈവം വചനമായിരുന്നു, വചനം ദൈവത്തെ, വചനം ദൈവമായിരുന്നു. വചനം ജീവനായിട്ട് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുമ്പ് നിൽക്കുന്നത് രോഗിയായിട്ടല്ല, ജീവനായിട്ടാണ് നിൽക്കുന്നത്. എന്തിനാ രോഗം നമ്മൾ കൊണ്ട് നടക്കുന്നത്? സദൃശ്യവാക്യം 17:22 പറയുന്നു, തകർന്ന മനസ്സ് അസ്ഥികളെ ഉരുക്കുന്നു. എന്താ അസ്ഥികൾ ഉരുക്കുന്നതിൻ്റെ കാരണം? മനസ്സ് തകർന്നിരിക്കുക. രോഗം എന്തുകൊണ്ട് തൊട്ടു? ഭയമാണ് നമ്മൾക്ക്. രോഗം മാറാൻ എനിക്ക്, അതായത് ജീവനും മരണവും എൻ്റെ നാവിന്മേലാണ്. ഏത് പറയണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ആകാശത്തെയും ഭൂമിയെയും ഒരു സാക്ഷി വെച്ചെന്ന് തന്നെ മോശ പറയുന്നത് വെച്ച് ഞാൻ പറയുന്നു, ഇതാ നിൻ്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു, ഏത് വേണം, അനുഗ്രഹവും ശാപമുണ്ട്, ഏത് വേണം തിരഞ്ഞെടുത്തോൾ. നാവിന്മേലാണ് ഈ ബലം ഇരിക്കുന്നത്. രോഗത്തിന്മേൽ പറഞ്ഞ് രോഗത്തിന്മേൽ പെറ്റിപ്പോട്ടി പറഞ്ഞാൽ ഒന്നും കാര്യം നടക്കൂല. രോഗത്തിനോട് ഫൈറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ വചനം എടുക്കണം. ഫിലിപ്പിയർ 2:10, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം. 2:10 എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും തമ്മിലുള്ള അനുസരണത്തിൻ്റെ സ്വഭാവം അവിടെ പറയുന്നത്. ദൈവം തന്നെത്താനെ ക്രൂശോളം തന്നെത്താനെ താഴ്ത്തി, അതിനാൽ അവനെ ഉയർത്തി എന്നാണ് ഫിലിപ്പിയർ എഴുതുന്നത്. ഫിലിപ്പിയർ 2:10 ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മുടങ്ങുകയും എല്ലാവരും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ദൈവം വലിയവനെന്ന് യേശു ക്രിസ്തു കർത്താവെന്ന് വിളിച്ചു പറയണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കണം. ഈ ദൈവത്തിൻ്റെ ശക്തിയെ, ദർ ഈസ് നോ സിമ്പിൾ വേ. ആത്മാവിൽ ബലം പ്രാപിച്ച് രോഗം എന്ന് പറയുമ്പോൾ രോഗം മാറും. അവനവനിൽ വിശ്വാസം വർദ്ധിപ്പിക്കാനായി ഉപവാസം നടത്തുന്നത്. 3 ദിവസം ഉപവസിക്കുക. 3 ദിവസം ഉപവസിച്ചാലേ കേൾക്കത്തുള്ളൂ, അല്ലാത്തതും ചിലർക്ക് ദൈവശബ്ദം കേൾക്കുന്ന ഉടനെ. പക്ഷെ 3 ദിവസം ഇരിക്കുന്നത് ഈ ആത്മാവിൽ വചനത്തിൻ്റെ ശക്തി കിട്ടാനാണ്. കർത്താവ് പറയുന്നത്, അപ്പോൾ ദ റിയൽ ഇഷ്യൂ ഇസ് നോട്ട് ദ സൈസ് ഓഫ് യുവർ പ്രോബ്ലം. നിൻ്റെ പ്രോബ്ലത്തിൻ്റെ വലിപ്പം അല്ല പ്രശ്നം, വെദർ യു ആക്ച്വലി ബിലീവ് ഇൻ ദ നെയിം ആൻഡ് ദി അതോറിറ്റി ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ നാമത്തിലും അവൻ്റെ അധികാരത്തെയും നീ വിശ്വസിക്കുന്നോ? മാറേ രോഗമെന്ന് പറയുമ്പോൾ മാറുമെന്നേ. അതുകൊണ്ട് എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും. ഏത് മുഴങ്കാല? രോഗത്തിൻ്റെ മുഴങ്കാല്, ശാപത്തിൻ്റെ മുഴങ്കാല്, മക്കളുടെ അനുസരണക്കേടിൻ്റെ മുഴങ്കാല്, ഡിവോഴ്സ് എന്ന ശാപം, അതുപോലെ കുടുംബങ്ങളിലുള്ള പണത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. ഇവയെല്ലാം യേശുവിൻ്റെ മുമ്പിൽ മുഴങ്കാലും മുട്ടക്കട്ടെ. വഴി തുറന്നു വെക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് മുൻപിലോട്ട് വന്ന് നമ്മളെ ബലപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ ജെറമയ 33:3 പറയുന്നുണ്ട്, കോൾ അൺ ടു മീ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് മഹത്വ അഗോചരമായ കാര്യങ്ങൾ കാണിച്ചു. 33:6 കർത്താവ് രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്നു. ജെറമയ 30:17 രോഗസൗഖ്യത്തെ, 17:14 നേരത്തെ വായിച്ച. പിന്നെ 103:2-3 എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാംഗരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കിയിരിക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ചെന്നിട്ട്, കർത്താവേ ഈ വചനങ്ങൾ ഡിക്ലെയർ ചെയ്യണം, പറഞ്ഞുകൊണ്ടിരിക്കണം. 10 ദിവസത്തേക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ പ്രോബ്ലം പറയരുത്. പിന്നെ അന്നേരം പ്രോബ്ലം മിണ്ടരുത്. അന്നേരം ആ പ്രോബ്ലത്തിന്മേലെല്ലാം ജീവൻ. ഏത് പ്രോബ്ലം? ഇതിപ്പം രോഗമായിരിക്കാം, അല്ലെങ്കിൽ പണത്തിൻ്റെ കടമായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ മാറ്റമായിരിക്കും, കുഞ്ഞുങ്ങളില്ലാത്തതായിരിക്കും, കുഞ്ഞുങ്ങളുടെ പഠിത്തമായിരിക്കും, കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ജോലിക്ക് പോകാതിരിക്കുന്നതായിരിക്കും. ഏത് രോഗത്തിന്മേലും മുട്ടുമടക്കും. നീ മുട്ടും മടക്കും എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ പറ. മുട്ടും മടക്ക്, അങ്ങനെയല്ലേ പറയുന്നത്. എൻ്റെ 14:13 പറയുന്നു, വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ്. നീ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരും. അപ്പോൾ ഒരു അവകാശമാണ്. യു ആർ ഗിവൺ ദ ലീഗൽ റൈറ്റ് ടു യൂസ് ദ മൈ നെയിം. ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കണം. എന്നിട്ട് ഈ ധർമ്മക്കാരെ പോലെ ചോദിക്കുന്നത് നിർത്തിയേച്ച് ദൈവത്തിന് മുമ്പിൽ മക്കളെന്ന പദവി
നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അബപിതാവേ അബപിതാവേ. ഇതാണ് ഈ മക്കളായിട്ട് രോഗമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കേണ്ട നമ്മൾ രോഗത്തെ താലോലിച്ച് അതിനടിമയായിട്ട് ജീവിക്കാൻ, ശാപത്തിനടിമയായിട്ട്, പാപത്തിനടിമയായിട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉറ്റബന്ധം തീയിറങ്ങണം നമ്മുടെ മേലേക്ക്. പ്രാർത്ഥിക്കും. നാഥാ, വചനം എത്ര മനോഹരമായിട്ട് നീ പറഞ്ഞു. നീ എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിൽ ഏത് നേരത്തിൽ നീ എനിക്ക് ഏറ്റവും അടുത്ത തുണയാണ്. എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ ബലവും എൻ്റെ പാറയും എൻ്റെ വിശ്വസ്തനുമായ ദൈവത്തിൻ്റെ വചനം. ഈ വചനം ഒരു കോടതിയിൽ ജഡ്ജാണ് പാസ്സാക്കിയെങ്കിൽ അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യണം. ഞങ്ങളിവിടുന്ന് അയക്കുക, പരിശുദ്ധാത്മാവ് അത് എക്സിക്യൂട്ട് ചെയ്ത് തരണം. അനേക കുടുംബങ്ങളിലേക്ക് ഈ വചനം ചെന്നിട്ട് അങ്ങോട്ട് കൊള്ളണം. തീ പോലെ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന നീഡിൽ പോലെ കടന്നു ചെന്നിട്ട് ദുഷ്ടനെ കരിച്ചു മാറ്റണം, കരിഞ്ഞു പോകണം. സ്വർഗത്തിലെ തീയുടെ നീഡിലായിരിക്കണം കൊള്ളുന്നത്. അത് ചെന്ന് കൊണ്ടിട്ട് രോഗത്തെ ശാസിച്ചു മാറ്റി അതിനെ ഉന്മൂലനാശം ചെയ്ത് അതിന് പകരം സൗഖ്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ജീവവെള്ളമൊഴിച്ച്, ജീവവെള്ളവും രക്തവും കൂടി ഒഴിച്ച് കഴുകി ശുദ്ധമാക്കണം. ശാപങ്ങൾ, പാപങ്ങൾ, അതുപോലെ കുടുംബസംബന്ധമായ ബന്ധനങ്ങൾ, നുണയം പിശാചിൻ്റെ കള്ളത്തരത്തിന് അത് അടിമയായിരിക്കുന്നവരെയൊക്കെ പൊക്കിയെടുത്ത് കണ്ണ് തുറപ്പിച്ച് വെളിച്ചം കാണിപ്പിക്കുക. നോക്ക്, ക്ലിയറായിട്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറയുന്നു. അങ്ങനെ നോക്കിക്കൊണ്ട് രോഗസൗഖ്യവും വിടുതലും പ്രാപിച്ചെടുക്കട്ടെ. ജയം നിശ്ചയം. ജയത്തിൻ്റെ കൊടി ഇതാ ഉയർത്തിയിരിക്കുന്നു. യഹോവ നിസി, ജയത്തിൻ്റെ കൊടി ഉയർത്തിയിരിക്കുക. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ.